ജീവിതത്തിലെ ചില സന്ദർഭങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ചില സമയത്ത് നമ്മൾ പറയുന്ന ചില വാക്കുകൾ അറം പറ്റിയ പോലെ എന്നൊക്കെ ചിലപ്പോൾ അതിനുശേഷം നമ്മൾ വിചാരിക്കാറുണ്ട്. ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്, കൂടെ റീനു. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിൽ ഇങ്ങനൊരു ഡയലോഗുണ്ട്. ആ സമയത്ത് നമ്മൾ വിചാരിക്കില്ല അവരുടെ ജീവിതത്തിൽ ഈ ഒരു ഡയലോഗിന് ഇത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന്. ആരും സമ്മതിക്കുന്നില്ലെന്ന് കണ്ടാലേ ഞാനങ്ങ് പൊക്കിക്കൊണ്ടുപോകും. ഒരു പാതിരയ്ക്ക് മുറ്റത്ത് ബൈക്ക് കൊണ്ട് നിർത്തി ഹോൺ അടിക്കും. ഇറങ്ങി വരണം. ആദ്യത്തെ ഹോൺ ഇറങ്ങി വന്നോണം. വന്നില്ലേ ഒരു ഹോൺ അടിക്കും. അതിനും വന്നില്ലേ നേരെ വന്ന് വാതിൽ ചവിട്ടി പൊളിച്ചങ്ങ് കയറും. എന്നിട്ട് പൊക്കി എടുത്ത് ബൈക്കെ വെച്ചങ്ങ് വിടും. അത്ര തന്നെ. അങ്ങനെയാണെങ്കിൽ കൊണ്ടുവരേണ്ടത് ബൈക്കല്ല, ആ ടാങ്കർ ലോറിയാ. ആ സിനിമ കണ്ടിട്ടുള്ളവർക്കെല്ലാം അറിയാം അതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന്. പ്രണയത്തിലും പലപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇഷ്ടപ്പെടുന്ന ആ ആളെ നമുക്ക് കിട്ടി, ഈ ലോകം തന്നെ കൈപ്പിടിയിൽ എന്നൊക്കെ അഹങ്കരിച്ചിരിക്കുമ്പോഴാണ് ഒട്ടും വിചാരിക്കാത്ത ചില വിഷമങ്ങൾ കടന്നു വരുന്നത് അല്ലേ? കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഇഷ്ടപ്പെടുന്ന ആളെ സ്വന്തമാക്കാനായിട്ട് പലപ്പോഴും ഒരുപാട് എതിർപ്പുകളെ നേരിടേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നവരൊക്കെ ആയിരിക്കും തടസ്സമായിട്ട് നിൽക്കുന്നത്. ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്, കൂടെ റീനു. മോഹൻലാൽ വിനീതിനടുത്ത് പറയുന്നുണ്ട്, ആരൊക്കെ എതിർത്താലും ഞാൻ അവളെയും കൊണ്ടുപോകും, അവളെ ഞാൻ സ്വന്തമാക്കും. മമ്മ സമ്മതിക്കും. മമ്മയ്ക്ക് അവളെ ഇഷ്ടമാണ്. എനിക്ക് അവളെ മനസ്സിലായെങ്കിൽ എന്റെ മമ്മയ്ക്ക് അവളെ മനസ്സിലാവാതെ വരുമോ? സിനിമയിൽ അത് പറയാൻ എളുപ്പമാണല്ലേ. റിയൽ ലൈഫിൽ പലപ്പോഴും പക്ഷെ നമ്മുടെ പേരൻസിന് നമ്മളെ മനസ്സിലായിന്ന് വരില്ല. അല്ലെങ്കിൽ അവർ പറയുന്നതാണ് ശരി എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാറില്ല. ദിസ് ഇസ് ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഒന്നും നഷ്ടമായെന്ന് വിചാരിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. എന്നാലും ഓർക്കുമ്പോൾ ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്, കൂടെ റീനു. ഇഷ്ടം തോന്നിയ ആ ആളെ തന്നെ സ്വന്തമാക്കാൻ പറ്റുമെന്ന് മനസ്സ് വിചാരിച്ചിരിക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. നമുക്കാർക്കും അംഗീകരിക്കാൻ കഴിയില്ല അയാളെ നഷ്ടമായി എന്ന്. വിശ്വസിക്കില്ല നമ്മൾ ജീവിതം തകർന്നു പോയി എന്ന്. ബട്ട് സംടൈംസ് ദാറ്റ് ഈസ് ലൈഫ്. എല്ലാം തികഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും എല്ലാം തികഞ്ഞിട്ടുണ്ടാവില്ല. എല്ലാം കിട്ടി എന്ന് നമ്മൾ അഹങ്കരിക്കുമ്പോഴും ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. വിധി നമുക്ക് വേണ്ടി എന്താ കരുതിയിരിക്കുന്നതെന്ന് കാലത്തിന് മാത്രമേ പറയാൻ കഴിയൂ, അല്ലേ? ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്, കൂടെ റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്, കൂടെ റീനു. രണ്ടാമത്തെ ഹോൺ കേൾക്കുമ്പോ ഇറങ്ങി വരാന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു രണ്ടാമത്തെ ഹോണിന് ഇറങ്ങി വന്നില്ലെങ്കിൽ പൊക്കിയെടുത്തോണ്ട് പോരും എന്ന് മോഹൻലാൽ പറഞ്ഞ്. പക്ഷെ അവളുടെ ജീവിതത്തിലുണ്ടായ ട്രാജഡികൾ വെച്ചിട്ട് അവൾ ഒരിക്കലും വിചാരിച്ചില്ല ഇഷ്ടപ്പെട്ട ആ ആളെ അവൾക്ക് തിരിച്ചു കിട്ടുമെന്ന്. അതിമനോഹരമായ ഒരു റൊമാൻറ്റിക് മൂവിയാണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. പത്മരാജന് മാത്രമേ ഇത്തരമൊരു പ്രണയം നമ്മുടെ മുന്നിൽ കൊണ്ടുവരാനും കഴിയൂ. ഈ രാത്രി ഇപ്പോൾ ക്ലബ് FM-ന്റെ സ്റ്റുഡിയോയിൽ നിന്ന് എനിക്ക് പോകാൻ സമയമായിട്ടോ. തിങ്കളാഴ്ച പുതിയൊരു ലവ് ബൈറ്റ്സുമായിട്ട് തിരിച്ചു വരും. Till then, take care. Good night. This is Reenu signing off. ആകാശമാകെ കണിവല കതിരുമായി പുലരിപ്പോവരും. ആകാശമാകെ കണിമല കതിരുമായി പുലരിപ്പോവരും. പുതുമണ്ണിനു പൂവിടാ കൊതിയായി നീങ്ങരു. ആകാശമാകെ
വയലിനു പുതുമഴയായി വാ കതിരാടകളാ വയണകൾ കദളികൾ ചാർത്തും കുളിരായി വാ വയലിനു പുതുമഴയായി വാ കതിരാടകളാ വയണകൾ കദളികൾ ചാർത്തും കുളിരായി വാ ഇളവേക്കുവാൻ ഒരു പൂങ്കുടി നറുമുന്തിരി തളിപ്പന്തലും ഒരു വെൺപട്ടു നൂലിഴയിൽ മുത്താൽ വരൂ ആകാശമാകെ കണിമല കതിരുമാ പുലരിപ്പോൾ വരൂ പുലരിയിലിളവയിലാടും പുഴ പാടുകയാ പ്രിയമോട് തൊയിൽ മൊഴി തൂകും കാവേരി നീ പുലരിയിലിളവയിലാടും പുഴ പാടുകയാ പ്രിയമോട് തൊയിൽ മൊഴി തൂകും കാവേരി നീ മലർവാകതൻ നിറതാലവും അതിലായിരം കുളിർജ്വാലയും വരവേൽക്കയാണിതിലേ ആരോമലേ ആകാശമാകെ കണിമല കതിരുമാ പുലരിപ്പോൾ വരൂ പുതുമണ്ണിനു പൂവിടാ കൊതിയായി നീ വരൂ ആകാശമാ